നമ്മളെല്ലാവരും എറിയാൻ പാടില്ലാത്ത കല്ലുകൾ ചുമക്കുകയാണ്. ജറുസലേമിലെ ദേവാലയത്തിൽ നിൽക്കുന്നത് സങ്കൽപ്പിക്കുക. വായു കനത്തതായി തോന്നുന്നു. ധൂപവർക്കം, പിരിമുറുക്കം, പ്രതീക്ഷ എന്നിവയാൽ കട്ടിയുള്ളതാണ്. നിങ്ങൾ താഴേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ കൈയിൽ ഒരു കല്ലുണ്ട്. തണുപ്പ്, പരിക്കൻ, കനത്തത്. നിങ്ങളുടെ വിരലുകൾ അതിനു ചുറ്റും മുറുകുന്നു. നിങ്ങളുടെ മുന്നിൽ യേശുക്രിസ്തു നിൽക്കുന്നു. എല്ലാം ഏൽക്കുന്ന ഒരു കാര്യം അവൻ പറഞ്ഞു. പിതാവും ഞാനും ഒന്നാണ്. ഇപ്പോൾ എല്ലാം ഒരു തിരഞ്ഞെടുപ്പിലേക്ക് വരുന്നു. നിങ്ങൾ കല്ല് താഴെയിട്ട് മുട്ടുകുത്തുമോ? അതോ നിങ്ങൾ കൈ ഉയർത്തി സത്യത്തെ നിശബ്ദമാക്കാൻ ശ്രമിക്കുമോ? ആ നിമിഷം അവരുടേത് മാത്രമല്ല, അത് നമ്മുടേതാണ്. മനോഹരമായ ഒരു കത്തീഡ്രൽ സന്ദർശിച്ച ഒരു കലാനിരൂപകന്റെ കഥയുണ്ട്. അദ്ദേഹം മണിക്കൂറുകൾ അകത്ത് ചെലവഴിച്ചു, പക്ഷേ ഒരിക്കൽ പോലും മുകളിലേക്ക് നോക്കിയില്ല. പകരം അദ്ദേഹം ഒരു ഭൂതക്കണ്ണാടി ഉപയോഗിച്ച് കുനിഞ്ഞ് തറയിലെ ഒരു ചെറിയ വിള്ളൽ പഠിച്ചു. അദ്ദേഹം പോയപ്പോൾ അദ്ദേഹം ഒരു കഠിനമായ അവലോകനം എഴുതി. ഈ സ്ഥലം ഒരു പോരായ്മയാണ്, ഒരു പരാജയം. പക്ഷേ അവന് എല്ലാം നഷ്ടമായി. കളങ്കപ്പെട്ട ഗ്ലാസിലൂടെയുള്ള വെളിച്ചം, കമാനങ്ങളുടെ ഭംഗി, നിർമ്മാതാവിന്റെ ദർശനം. സുവിശേഷത്തിൽ സംഭവിക്കുന്നത് ഇതാണ്. യേശു ജനങ്ങളുടെ മുമ്പാകെ നിൽക്കുന്നു, ലോകത്തിന്റെ വെളിച്ചം. അവൻ സുഖപ്പെടുത്തി, സ്നേഹിച്ചു, പുനഃസ്ഥാപിച്ചു. പക്ഷേ അവർ അവനെ കാണുന്നില്ല. അവരെ വ്രണപ്പെടുത്തുന്നത് മാത്രമേ അവർ കാണുന്നുള്ളൂ. അങ്ങനെയോ? അവർ കല്ലുകൾ എടുക്കുന്നു. യേശു വളരെ ശാന്തമായി പ്രതികരിക്കുന്നു. പിതാവിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് നിരവധി നല്ല പ്രവൃത്തികൾ കാണിച്ചു തന്നിട്ടുണ്ട്. ഇവയിൽ ഏതിനാണ് നിങ്ങൾ എന്നെ കല്ലെറിയുന്നത്? എന്തൊരു ചോദ്യം! കോപമില്ല, ഭയമില്ല, സത്യം മാത്രം. അവർ അത് സമ്മതിക്കുന്നു. അവന്റെ പ്രവൃത്തികൾക്കല്ല, മറിച്ച് അവൻ ദൈവമാണെന്ന് അവകാശപ്പെടുന്നതുകൊണ്ടാണ് അവർ അവനെ കല്ലെറിയുന്നത്. അതാണ് യഥാർത്ഥ പ്രശ്നം. അകന്നു നിൽക്കുന്ന ഒരു ദൈവത്തെ, അവരുടെ നിയമങ്ങൾ പാലിക്കുന്ന ഒരു ദൈവത്തെ, അവർക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെ അവർ ആഗ്രഹിച്ചു. എന്നാൽ യേശു അടുത്തുവരുന്ന, തകർന്നവയെ സ്പർശിക്കുന്ന, നമ്മുമായി ഒന്നാകുന്ന ഒരു ദൈവത്തെ വെളിപ്പെടുത്തുന്നു. അതെ, വളരെ കൂടുതലാണ്. പിന്നെ അവൻ നിഗൂഢമായ എന്തെങ്കിലും പറയുന്നു. നിങ്ങൾ ദൈവങ്ങളാണ്. അവൻ തന്നെ താഴ്ത്തുകയല്ല, അവൻ നമ്മെ ഉയർത്തുകയാണ്. ദൈവത്തിന്റെ ജീവിതത്തിൽ പങ്കുചേരാനുള്ള നമ്മുടെ വിളിയെ അവൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഓരോ കുർബാനയിലും വെള്ളം വീഞ്ഞിൽ കലർത്തുമ്പോൾ നാം പ്രാർത്ഥന കേൾക്കുന്നു. നമ്മുടെ മനുഷ്യത്വത്തിൽ പങ്കുചേരാൻ തന്നെത്താൻ താഴ്ത്തിയ ക്രിസ്തുവിന്റെ ദൈവത്വത്തിൽ നാം പങ്കുചേരുന്നു. ഇതാണ് മഹത്തായ കൈമാറ്റം. മനുഷ്യർക്ക് ദൈവത്തിൽ പങ്കുചേരാൻ കഴിയേണ്ടതിന് ദൈവം മനുഷ്യനാകുന്നു. എന്നാൽ നാം അവനെ നിരസിക്കുമ്പോൾ നാം അവനെ മാത്രമല്ല, അവൻ വാഗ്ദാനം ചെയ്യുന്ന ജീവിതത്തെയും നിരസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ കൈകളിലെ കല്ലുകൾ എന്തൊക്കെയാണ്? ന്യായവിധി. നാം മറ്റുള്ളവരെ വേഗത്തിൽ കുറ്റം വിധിക്കുമ്പോൾ, നമുക്ക് എത്രമാത്രം കരുണ ആവശ്യമാണെന്ന് മറന്നുപോകുമ്പോൾ. സിനിസിസം. തകർന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ നഷ്ടപ്പെടുത്തുകയും ചെയ്യുമ്പോൾ. ഭയം. അത് നമ്മെ മാറ്റുമെന്ന് നമുക്കറിയാവുന്നതിനാൽ അവനെ പിന്തുടരാൻ നാം മടിക്കുമ്പോൾ. ചിലപ്പോൾ അത് തിരിച്ചറിയാതെ പോലും നാം ഈ കല്ലുകളിൽ മുറുകെ പിടിക്കുന്നു. എന്നിട്ടും അവൻ ചോദിക്കുന്നു, ഏത് നല്ല പ്രവൃത്തിക്കു വേണ്ടിയാണ് നീ എന്നെ തള്ളിക്കളയുന്നത്? യേശു മരണത്തിൽ നിന്ന് ഓടിപ്പോകുന്നില്ല, അവൻ അതിലേക്ക് നടക്കുന്നു. അവൻ മറ്റൊരു കല്ല്, കുരിശിലേക്ക് നടക്കുന്നു. അവിടെ നമ്മൾ എറിഞ്ഞ എല്ലാ കല്ലുകളും അവൻ വഹിക്കും. അവിടെ അവൻ തിരസ്കരണത്തെ വീണ്ടെടുപ്പാക്കി മാറ്റും. അവൻ ദേവാലയം വിട്ട് ജോർദാനിലേക്ക് മടങ്ങുന്നു, എല്ലാം ആരംഭിച്ച സ്ഥലം. അവിടെ മനോഹരമായ എന്തോ ഒന്ന് സംഭവിക്കുന്നു. വാദങ്ങളില്ല, അക്രമമില്ല, വിശ്വാസം മാത്രം. അഹങ്കാരികൾ അവരുടെ കല്ലുകളുമായി പിന്നിൽ നിൽക്കുന്നു. എളിമയുള്ളവർ മുന്നോട്ടു വരുന്നു. വിശ്വസിക്കുക. അതിനാൽ നമുക്ക് അഭിമാനത്തിന്റെ ദേവാലയം വിട്ട് എളിമയുടെ ജോർദാനിലേക്ക് നടക്കാം. ന്യായവിധിയുടെയും അപകർഷതാബോധത്തിന്റെയും ഭയത്തിന്റെയും കല്ലുകൾ നമുക്ക് ഉപേക്ഷിക്കാം. യേശുവിനെ ഒരു ഭീഷണിയായിട്ടല്ല, മറിച്ച് നമ്മുടെ കർത്താവായി നമുക്ക് തിരിച്ചറിയാം. കർത്താവായ യേശുവേ, ഞങ്ങളുടെ കൈകളിൽ നിന്ന് കല്ലുകൾ എടുക്കുക. നിങ്ങളുടെ പ്രവൃത്തികളിലേക്ക് ഞങ്ങളുടെ കണ്ണുകൾ തുറക്കുക. വിശ്വസിക്കുന്ന എളിമയുള്ള ഹൃദയങ്ങളെ ഞങ്ങൾക്ക് നൽകുക. ഞങ്ങൾ നിങ്ങളെ നിരസിക്കരുത്, പക്ഷേ നിങ്ങളെ സ്വീകരിക്കട്ടെ. കാരണം നിങ്ങൾ പിതാവിനോട് ഒന്നായിരിക്കുന്നു, നിന്നിൽ ഞങ്ങൾ ജീവൻ കണ്ടെത്തുന്നു. ആമേൻ. Thank you for watching.